प्यारे बच्चों ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं बच्चों ठीक है ना എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പാഠഭാഗമാണ് ഏക് മാം കി ബേബസി ല്ലേ ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥ ല്ലേ ഇതിൽ എന്താണ് ഈ പാഠഭാഗം ഇതൊരു കവിതയാണ് ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് എന്നുള്ളതാണ് മാഷി വീഡിയോയിലൂടെ പറയുന്നത് എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ നമുക്ക് നോക്കാം എന്താണ് ഇതിലൂടെ പറയുന്നത് ഇസ് കവിതാക്കോ ല്ലേ ഇസ് കവിതാക്കോ ഈ കവിതയിലൂടെ എന്താണ് പറഞ്ഞത് ഇസ് കവിതാക്കോ പഠത്തെ ല്ലേ പഠത്തെ സമയ ആങ്കോം കെ സാമനെ കൈ ചിത്ര ബനത്തെ ഹേ ല്ലേ എന്താണ് അങ്ങനെ പറഞ്ഞാൽ ഈ കവിത നമ്മൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നോക്കാം നമുക്ക് പറയാം അല്ലെ ഈ കവിത വായിക്കുമ്പോൾ എന്താണ് നമ്മുടെ ആങ്കോം ല്ലെ കണ്ണിലൂടെ നമ്മുടെ എന്താണ് കണ്ണ് ല്ലെ നമ്മുടെ കണ്ണിലൂടെ നമുക്ക് എന്തെല്ലാം മാറി വരും കണ്ണിന്റെ മുന്നിൽ ഒരുപാട് ചിത്രം ല്ലെ സാമനെ പറഞ്ഞ അടുത്ത് അല്ലെങ്കിൽ മുന്നിൽ അപ്പൊ കണ്ണിന്റെ മുന്നിൽ കൺമുന്നിലൂടെ കൈ ചിത്ര ല്ലെ ധാരാളം ചിത്രങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ മിന്നി മറിയും ല്ലെ ചില സംഭവങ്ങൾ അങ്ങനെയാണ് അപ്പൊ ആ കവിതയുമായി ബന്ധപ്പെട്ട ആ കവിത നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ മാറി വരും എന്നിട്ട് എന്താ പറയുന്നത് അതേപോലെ യെസ് ബച്പൻ കാ ചിത്ര അതിൽപ്പെട്ട ഒരു ചിത്രമാണെന്ത് ബച്പൻ കാ ചിത്ര എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് കുട്ടിക്കാലം ല്ലെ കുട്ടിക്കാലത്തെ ചിത്രം അതിൽപ്പെട്ട ഒരു ചിത്രം ഏതാണ് കുട്ടിക്കാലത്തെ ചിത്രം അതേപോലെ ബച്പൻ കെ കാ സമയ ഖേൽ ഓർ സാത്തിയോം കാ ചിത്ര ല്ലെ അതേപോലെ എന്തെല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട് കുട്ടിക്കാലത്തെ പ്രത്യേക സമയത്തുള്ള ഖേൽ കളികളും അതേപോലെ പിന്നെ എന്തും കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഓർ സാത്യോം കാ ചിത്ര കളിക്കുന്ന സമയത്തുള്ള കൂട്ടുകാരുടെയും ചിത്രങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ മാറി പറയും സാത്തിയോം മേ ഏക് കാ സാത്തി രതൻ കാ ഓർ ഏക് മാം കാ ചിത്ര ല്ലേ അതിലൂടെ എന്താണ് വരുന്നത് ഊമയായ കുഞ്ഞിന്റെ സംസാര ശേഷിയില്ലായ്മയെ കുറിച്ച് ഇങ്ങനെ പറയാണ് അപ്പൊ അതിൽ പറയുന്നുണ്ട് ചൈൽഡ്ഹുഡിലുള്ള തന്റെ കൂട്ടുകാരനായ രത്തൻ ല്ലെ ആരാണ് രത്തനും അതേപോലെ അവന്റെ അമ്മയുടെയും ചിത്രം ല്ലെ തന്റെ അമ്മയുടെ അതായത് ആ കൂട്ടുകാരിൽ ഒരു സ്പെഷ്യൽ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉൻ സാത്തിയോമേ ഏക് കാസ് സാത്തി ല്ലെ ഒരു സ്പെഷ്യൽ കൂട്ടുകാരൻ ല്ലെ ഒരു പ്രത്യേക കൂട്ടുകാരൻ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ഫ്രണ്ട് ല്ലെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്താണ് രത്തൻ എന്നാണ് അപ്പൊ ആ രത്തന്റെയും അവന്റെ അമ്മയുടെയും ചിത്രം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഇസേ പടേ और महसूस करे ല്ലേ ആ ചിത്രം ഇങ്ങനെ എന്താണ് അങ്ങനെ തെളിഞ്ഞു വരും ഇനി നമുക്ക് നോക്കാം ഇത് വായിച്ചിട്ട് എന്ത് ചെയ്യണം അനുഭവിച്ചറിയണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്നിട്ടോ പിന്നെ എന്ത് പറയുന്നുണ്ട് കവിത ധീരെ ധീരെ പഠനെ കി ചീസ് ഹേ ല്ലെ കവിത എന്താണ് മെല്ലെ മെല്ലെ വായിക്കേണ്ട ഒരു കാര്യമാണ് ല്ലെ മെല്ലെ മെല്ലെ വായിക്കേണ്ട ഒരു വസ്തുവാണ് ല്ലെ എങ്ങനെ ഒരു കവിത വായിക്കേണ്ടത് എങ്ങനെയാണ് ധൃതി കൂട്ടിയിട്ടല്ല നമ്മൾ വായിക്കേണ്ടത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സാവധാനത്തിലാണ് വായിക്കേണ്ടത് ഇനിയോ ഉസേ മൻ മേ ഉതർനെ മേ കാഫി സമയ ലഗാത്താ ഹേ ല്ലേ എന്താണ് അതുകൊണ്ട് പറയുന്നത് നന്നായി മനസ്സിലാവണമെങ്കിൽ ല്ലേ ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും അതായത് ഒരു കവിത നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യണം അത് സമയമെടുത്ത് അത് മനസ്സിലാക്കി വായിക്കണം അതേപോലെ കബി കബി തോ ബർസോം ബാദ് ഹം ബച്പൻ കി പഠി കവിത പഠത്തെ ഹേ അതേപോലെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ് കവിത വായിക്കുകയാണെങ്കിൽ ല്ലേ പഠത്തെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ബർസോം ബാദ് ല്ലേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ് കവിത ഇങ്ങനെ എന്ത് ചെയ്യാണ് വായിക്കുകയാണ് അങ്ങനെ വായിക്കുകയാണെങ്കിൽ തോ ലഗാത്താഹേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ് തോന്നിപ്പോവുകയാണ് പെഹലി ബാർ പടാഹേ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് വായിക്കുന്നത് എന്ന് എന്ത് ചെയ്യാണ് തോന്നിപ്പോവുകയാണ് അതായത് വർഷങ്ങൾക്ക് ശേഷം കുട്ടിക്കാലത്ത് പഠിച്ച കവിത വായിക്കുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് വായിക്കുക എന്ന് നമുക്ക് തോന്നും അതാണ് ഇവിടെ പറയുന്നത് ഇസേ കവിത പഠനെ കെ ബാദ് മൻ കോ കിസി കോനെ മേ ഘർ ബനാ ലേത്തി ഹേ ല്ലേ എന്താണ് അതുകൊണ്ട് പറഞ്ഞത് വായിച്ചതിന് ശേഷം മനസ്സിൽ ജീവിതകാലം മുഴുവൻ ആ കവിത എന്ത് ചെയ്യും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അതേപോലെ കിസി മോക്കെ പർ വഹേ ഉബർ ആത്തി ഹേ ല്ലേ അതേപോലെ എന്താണ് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ വായിച്ച കവിത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യും ഇങ്ങനെ പോകും അതായത് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച കവിത നമ്മൾ വായിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അത് നമ്മൾ ആദ്യമായിട്ട് വായിക്കുകയാണ് എന്ന് നമുക്ക് തോന്നുകയും അതേപോലെ നമ്മൾ വായിച്ച കവിത നമ്മൾ മറ്റൊരു സന്ദർഭം വരുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും ഇങ്ങനെ വരും ല്ലെ നമ്മുടെ അവസരത്തിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ വായിച്ചതിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യും ഓർമ്മ വന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്
അതേപോലെ പിന്നെ നമ്മളോട് പറയുന്നത് എന്താ, യെസ് കവിത കഹാനി സബ്കെ സാത്ത് യഹ് ഹോത്തെ ഹേ, കവിതയായാലും കഥയായാലും എല്ലാത്തിന്റെയും ഒരു അവസ്ഥ യഹ് ഹോത്താ ഹേ, ഇത് തന്നെയാണ്. ഇസ്ലിയെ ഹമേ ഇസ്സേ ചിന്തിത് ഹോനെ കി ജറൂറത്ത് നഹീ കി കവിത ഏക് ബാർ മേ പൂരി തരഹ സമജ് മേ ആ രഹി ഹേ. അല്ലെ, എന്താണ്, നമുക്ക് ഇതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ജറൂറത്ത് നഹി എന്ന് പറയാ, കി എന്തെന്നാൽ കവിത ഏക് ബാർ മേ പൂരി തരഹ സമജ് മേ ആ രഹി ഹേ. അല്ലെ, എന്താണ്, ആ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ മുഴുവനായി മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇല്ല, അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം എന്താണ് ഇതിലൂടെ പറയുന്നത്, എന്താണ് ഇതിലൂടെ പറയുന്നത്? യെസ്, കുട്ടിക്കാലത്ത് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ മീനിങ് നമുക്ക് ശരിക്കും എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. അതേപോലെ അഗർ ഉസ്സേ സിർഫ് ഏക് ചിത്ര ഹി ഉബർത്താ ഹേ, അല്ലെ, നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ഒരു ചിത്രമെങ്കിലും മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ, നമ്മൾ വായിച്ച ആ കവിതയുടെ ഏതെങ്കിലും ഒരു ചിത്രമെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ, തോ ബി കവിത കാമിയാബ് ഹേ, എങ്കിൽ ആ കവിത കാമിയാബായി എന്ന് പറയാം, അഥവാ വിജയിച്ചു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് ഏക് മാം കി ബേബസി എന്നുള്ള നമ്മുടെ ഈ പാഠഭാഗത്തിലെ ഏക് മാം കി ബേബസി എന്നുള്ള പാഠഭാഗത്തിലേക്ക്, ആ കവിതയിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ള ഇൻട്രൊഡക്ഷൻ. ഈ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ലൈവ് വീഡിയോ ഒക്കെ മാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കുക. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.